നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും നമസ്കാരം. എൻ്റെ പേജിൽ ഞാൻ ഇന്നൊരു കമൻറ്റ് ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ID വന്ന് എഴുതി വെച്ച് അവരുടെ ഉള്ളിൽ നിന്നും എഴുതി വെച്ച ചില വാക്കുകൾ അവർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പം എൻ്റെ ഈ മെൻ്റലിസം, ഇത് മെൻ്റലിസം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൂടുതൽ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ്. മനസ്സിലായോ? ഒരു മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് എത്തിക്കുക, ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിക്കുക. ആ ഭ്രാന്താവസ്ഥയിലേക്കും അതായത് നെഗറ്റീവിലേക്കും എത്തിക്കുമ്പോൾ അവർ സ്വാഭാവികമായി അതേ ലെവലിൽ തന്നെ ആയി കിടക്കും. അവിടെ നിന്ന് അവർക്ക് എഴുന്നേറ്റം ഉണ്ടാവില്ല. അവരിനി എത്ര പണക്കാരായാലും അവർക്ക് ആ രോഗത്തിൽ നിന്നും അവർക്ക് മുക്തി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുപോലെയാക്കി തീർക്കുകയാണ് ഞാൻ ആ ആളിനെ. മനസ്സിലായോ? ആ ആളിനെ ഞാൻ അതുപോലെ, അതിന് നല്ല നമുക്ക് ഏകാഗ്രത വേണം, നല്ല കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ ഷീജ എന്ന് പറയുന്ന ഷീജ ആ ആളിനെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ലൈവിൽ. അപ്പോൾ ആ ആളിൻ്റെ മൈൻഡിനെ കൂടുതൽ നെഗറ്റീവിലേക്ക്, കൂടുതൽ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് ക്ലിയറായിട്ട് അങ്ങനെയാവും. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നൊരു ഭയം. എന്നെ എന്താണ് എല്ലാവർക്കും ഭയം? ആ ഭയം ഒരാൾ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് എഴുതിയിടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇതിങ്ങനെ എഴുതിയും പറഞ്ഞുമൊക്കെ വെച്ച് ആളുകൾ എന്നിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി വന്നിട്ട് ഭ്രാന്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും എന്നുള്ളത് ആ സത്യമാണ്, കറക്റ്റാണ്. അപ്പോൾ ഇവരെ ഞാൻ അതിൻ്റെ ഒരു ലെവലിലേക്ക് വിടുകയാണ്. ആ ലെവലിലേക്ക് വിടുമ്പോഴേ അവർക്ക് പിന്നെ അവിടെ നിന്ന് മോചനം ഉണ്ടാകില്ല. പിന്നെ അവരെന്താണ്, എൻ്റെ എല്ലാ ലൈവിൻ്റെയും അടിയിൽ വന്ന് ഇങ്ങനെ നെഗറ്റീവ് മാത്രം എഴുതി വയ്ക്കും. ആ നെഗറ്റീവ് പുറംലോകത്തുള്ള കാഴ്ച അതിങ്ങനെ എഴുതി വെച്ച് മൈൻഡ് അവരുടെ വികൃതമാവും. അപ്പോൾ ആ മൈൻഡിനെ വികൃതമാകുവാനുള്ള കാര്യം ഞാനിവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് അവരെ തന്നെ അവർ കൊല്ലുകയാണ് എന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരുടെ വിചാരം എന്താണ്? നാഗസൈരന്ധ്രിയാണ് അവർ പറയുന്നത്. ഒരിക്കലും അല്ല, അവരെ തന്നെ കൊല്ലുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരുടെ ടൈം കൊണ്ട് അവരെ കൊല്ലുന്നു, സമയം കൊണ്ട് അവരെ കൊല്ലുന്നു, അവരുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൊല്ലുന്നു, അവരുടെ വിരലുകൾ കൊണ്ട് കൊല്ലുന്നു, അവരുടെ രക്തം, മാംസം, മജ്ജ എല്ലാം കൊണ്ട് സ്വയം അവരെ തന്നെ കൊല്ലുകയാണ്. നെഗറ്റീവ് എഴുതി ഞാൻ അവരെ കൊല്ലിപ്പിക്കുകയാണ്. നെഗറ്റീവ് എഴുതിപ്പിച്ച് ഞാൻ അവരെ കൊല്ലുകയാണ്. ഇത് പിന്നെ എന്താ പറയുക, തത്സമയം പോകുന്നൊരു ലൈവാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇതറിയാം. ഇത് അപകടം പിടിച്ച ഒരു കാര്യമാണെന്ന്, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മുന്നിട്ടിറങ്ങിയാൽ പിന്നെ ഞാൻ മുന്നും നോക്കില്ല. കാരണം ഇത് കൂടുതലായി, കുറേ നാളായി ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ വിട്ട് കളഞ്ഞ, പോട്ടെ വിട്ട് കളഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് എൻ്റെ വീടിൻ്റെ അടിയിൽ വന്ന് എഴുതുമ്പോൾ പിന്നെ നമുക്കതിനെ വിട്ടുകളയാൻ പറ്റില്ല. ഇത് മാനസികമാണ്. ആ മാനസികമെന്നുള്ളത് അത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒന്നാണ്. ആ ഭ്രാന്ത് കൂടുതൽ അവരിലേക്ക് പിടിപെടുമ്പോൾ, പ്രത്യേകിച്ചും പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെന്നും കൂടെ ഓർക്കണം. നെഗറ്റീവ് എന്താണ്? അതായത് ദുഷിപ്പുകൾ. അപ്പോൾ ആ ദുഷിപ്പുകൾ അവരെ തന്നെയാണ് അവരിങ്ങനെ പറയുന്നതെന്നുള്ളത് നിരന്തരം അവരിങ്ങനെ പറഞ്ഞ്
അത് കൊടും ഭ്രാന്തിലേക്കാണ് പോകുന്നത്, വട്ട്. അപ്പോൾ ആ വട്ടിലേക്ക്, ആ ഭ്രാന്തിലേക്ക് പോകുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത് അവർക്കത്, ചുറ്റും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് അരോചകമായി തീരുകയും അവിടെ പിന്നെ അടിയും വഴക്കും ബഹളവും ഭയങ്കര ഒരു അരിക്ഷിതമായ അവസ്ഥയിലേക്ക് പോകും. ഈ സ്ത്രീക്ക് തന്നെ അത് അവരുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമാകുകയും ചെയ്യും. അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അല്ലാതുള്ളവരോ ആർക്കെങ്കിലും അത് എന്തെങ്കിലും പാകപ്പിഴയുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മാനസികമാണ്, മാനസികമാണ്, മാനസികമാണ്. എൻ്റെ ഈ കളി മാനസികമാണ്, മനസ്സിലായോ? അപ്പോൾ ഇത്തരം ആളുകൾ നോക്കിയും കണ്ടു എൻ്റെ അടുക്കൽ സംസാരിക്കാനും നോക്കിയും കണ്ടു എൻ്റെ അടുക്കൽ പെരുമാറാനും വന്നില്ലെങ്കിൽ ഞാനതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പേര് ഇവിടെ ഞാൻ എടുത്ത് എഴുതിയാണ് ഈ ലൈവ് ഇടുന്നത്. അപ്പോൾ അവർ വേഗം വരും, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർ വേഗം അതിലേക്ക് ചാടി വരും, ആകൃഷ്ടരായിട്ട് ഉടനെ ഞാൻ ഈ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലേക്ക് കൊണ്ടിടും. പിന്നെ അവർക്ക് അവിടെ നിരന്തരം അവർ പിന്നെ എന്നെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കും. ആ എന്നെക്കുറിച്ച് ഓർത്തിരുന്ന് അവരിങ്ങനെ എപ്പോഴും ദുഷ്ചിന്തകൾ എഴുതിയിട്ട് അവരത് സ്വയം വായിച്ച് പിന്നെ മെല്ലെ വായിച്ച് സ്വയം മനസ്സിലാക്കി പിന്നെ അവരോട് തന്നെ അവരിങ്ങനെ മെല്ലെ സംസാരിച്ച് അതൊരു കൊടും ഭ്രാന്തിലേക്ക് പോകും. ആ കൊടും ഭ്രാന്തിലേക്ക് പോകുന്നുണ്ടെ അവരെ ആരും അവിടെ രക്ഷിക്കാൻ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഞാൻ അവരെ ഇപ്രകാരം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, അവർക്ക് മുഖമില്ല. രണ്ടവർ പറയുന്നുണ്ട് യൂട്യൂബിൽ ഞാൻ ഇത്ര കാലവും വീഡിയോ ഇട്ടിട്ട് എന്തുണ്ടാക്കി, എന്ത് സമ്പാദിച്ചു എന്ന്. എനിക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള, ഓരോ ദിവസവും കഴിഞ്ഞു പോകാനുള്ള ക്യാഷ് ആയാലും അന്നത്തിനുള്ള വകയായാലും ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അന്തസ്സായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവർ അതിനിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ടുപഠിക്കാൻ. ഞാനെന്തിനാ അവരെ കണ്ടുപഠിക്കണം? മറ്റുള്ളവരെ കണ്ട് ഞാൻ എന്തു പഠിക്കണം? അങ്ങനെ ആരെയും കണ്ടുപഠിക്കരുത്. അങ്ങനെ കണ്ടുപഠിക്കുന്നത് കൊണ്ടാണ് വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ഇവരെന്തുകൊണ്ട് മറ്റുള്ളവരെ കണ്ടുപഠിച്ചിട്ട് ഇവർക്ക് ഇപ്പോഴും മുഖമില്ലാതെ എങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നു? അവർ പറയുന്നുണ്ട് അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന്. എന്നിട്ടുകൂടി കുരിശിന്റെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്, മുഖമില്ല. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എല്ലാവരും വെറുക്കുന്നു എന്ന്. അത് അവരുടെ തോന്നലാണ്. ഞാൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അറിയപ്പെടുന്നവളും എൻ്റെ അരികിൽ ധാരാളം ചിത്രങ്ങൾ എടുക്കാൻ ആളുകൾ വരുന്നുണ്ട്. നാനാ ജാതിക്കാർ, മതസ്ഥർ, നാനാ മേഖലയിലുള്ളവർ. എനിക്ക് നല്ലൊരു വ്യക്തിത്വമാണ് ഇവിടെ ഉള്ളത്. സമ്പാദ്യമെന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വമാണ്, അല്ലാതെ ഉയർന്ന എന്തോ ബിൽഡിങ് കൊട്ടാരമോ ഒന്നുമല്ല. എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഞാൻ ഇത്ര നാളും ഈ സമൂഹത്ത് കൊണ്ടുവന്ന എൻ്റെ വ്യക്തിത്വമാണ് എൻ്റെ സമ്പാദ്യം. അതിവിടെ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത് കുറഞ്ഞ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ സമ്പാദ്യം എന്താണ്? പണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും അല്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വം. നമ്മളെ കൊണ്ട് മറ്റാർക്കും ഒരു ദ്രോഹമോ ദോഷമോ ഉണ്ടാകരുത് എന്നുള്ള ഒന്നാണ്. എന്നെ കൊണ്ട് ഇപ്പം ഈ ലൈവിൽ വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതെൻ്റെ വ്യക്തിത്വം കൊണ്ടാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞാൻ തെണ്ടി ജീവിക്കുകയാണെന്ന്. നിങ്ങളുടെ എങ്ങാനും അടുക്കൽ ഞാൻ വന്ന് തെണ്ടാൻ വന്നിട്ടുണ്ടോ? ഇരന്ന് തിന്നാൻ വന്നിട്ടുണ്ടോ? വീടുകളിൽ വന്നിട്ടുണ്ടോ? കൈനീട്ടി വന്നിട്ടുണ്ടോ? ഈ നാട്ടിൽ തന്നെ ആരോടെങ്കിലും ഞാൻ ഇരന്ന് തിന്നുന്നവളാണോ എന്ന് ചോദിക്കും. ഇവിടെങ്ങും ഞാൻ അങ്ങനെ പോയിട്ടില്ല ആരുടെ അടുക്കല്.
അപ്പോൾ അവർ ഇവിടെ വന്ന് എഴുതിയിടുന്നത് മുഴുത്ത കള്ളത്തരവാണ്. അത് അവരെ ഞാൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ലൈവിൽ എൻ്റെ ജീവിതത്തെയാണ് പറയുന്നത്. എൻ്റെ അസുഖം, എനിക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെ പറയുന്നു. അത് മറ്റാരും ബാധിക്കുന്ന ഒന്നല്ല. എൻ്റെ മൈൻഡിനെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൈൻഡിനെ കുറിച്ച് ഞാനിവിടെ പറയുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ അത് ഉപദ്രവമായി തീരും? ഞാനൊരു കലാകാരിയാണ്. എൻ്റെ കവിതകളും എൻ്റെ കഥകളും എൻ്റെ ചിത്രങ്ങളും എൻ്റെ ശില്പങ്ങളും ഞാനിവിടെ പകർത്തി വയ്ക്കുന്നു. അത് എൻ്റെ കഴിവുകളാണ്. അത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടുമ്പോൾ അത് എന്നെ എങ്ങനെ ബാധിക്കും? അത് അവരെ അസൂയപ്പെടുന്നവരെയല്ലേ ബാധിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് എന്നെ കൊണ്ട് നല്ല അസൂയുണ്ട്. ആ അസൂയയെ അവർ തിരിച്ചറിയണം. എന്നെ പോലെ ഒന്ന് വരയ്ക്കുവാൻ ആ സ്ത്രീക്ക് അറിയില്ല. എന്നെ പോലെ ഒന്ന് ശില്പം പണിയുവാൻ അവർക്കറിയില്ല. അവരുടെ കഴിവുകേടുകളെല്ലാം അവർ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ പേരെടുത്ത് വെച്ച് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. അവരെ ഈ ലോകത്ത് ആരും അറിയപ്പെടുന്നില്ല. ആദ്യം ഒരു വ്യക്തിത്വം ഉണ്ടാക്കണം. ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തണം. അതാണ് സമ്പാദ്യം. മറ്റുള്ള യൂട്യൂബേഴ്സിനെ എനിക്ക് കണ്ട് പഠിക്കണ്ട. അവരൊക്കെ എന്നെ കണ്ടാ പഠിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ യൂട്യൂബായിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ടിട്ടാണ് പലരും ചാനൽ വരെ ഇട്ടിട്ടുള്ളത്. എന്നെ മാതൃകയാക്കിയാണ് പലരും പലതും ചെയ്തിട്ടുള്ളത്. നീ ഇത്ര കാലവും എന്തുണ്ടാക്കിയെന്ന്? ഞാൻ എന്തോ ഉണ്ടാക്കാതിരിക്കട്ടെ. ഈ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇപ്പൊ തൊട്ടടുത്ത നിമിഷം ഞാൻ മരിക്കുവാന്നിരിക്കട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. പഴയതുപോലൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ ജീവിക്കും. അപ്പൊ എന്നെ കണ്ടല്ല മറ്റുള്ളവർ പഠിക്കേണ്ടതും മറ്റുള്ളവരെ കണ്ടല്ല ഞാൻ പഠിക്കേണ്ടതും. ആ വിഡ്ഢിക്ക് ഇത് കൊടുക്കുന്ന ഒരു വളരെ വളരെ മനോഹരമായ ഒരു മറുപടിയാണ്. ഇത്ര നാളും യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടില്ലേ, നീ എന്തുണ്ടാക്കി? നേരെ തിരിച്ച് ഞാൻ അവരോട് പറയുന്നു, ഇത്രയും നാളും അവരിവിടെ ജീവിച്ചിരുന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി അവർക്ക് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തു വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരുടെ സ്വന്തം കഴിവുകേടുകളെ ആദ്യം തിരിച്ചറിയുക. നിന്നെയാണ് എല്ലാവരും ഈ സമൂഹത്ത് വെറുക്കുന്ന ഷീജ. കാരണം നിനക്ക് സ്വന്തമായിട്ട് മുഖമില്ല, ഒന്നത്. രണ്ട്, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നിനക്ക് നല്ല അസൂയുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നത് അന്നന്നത്തെ കാര്യങ്ങൾ. എനിക്ക് വേണമെങ്കിൽ അത് വീഡിയോ ഇടാതിരിക്കാം, ഒളിച്ചു വെക്കാം ഓരോ കാര്യങ്ങളും. അപ്പം ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്നപ്പോൾ ചിലരെന്നോട് വളരെ മനോഹരമായി പെരുമാറും. അത് ഞാനൊരു വിഷയമാക്കി എൻ്റെ ചാനലിൽ ഇടും. അന്നത്തെ എനിക്ക് വിഷയമായി. അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നു, അവിടെയുള്ളവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറും. അപ്പോൾ അത് ഞാനിവിടെ പറഞ്ഞു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. എനിക്കൊരു വിഷയമായി. എൻ്റെ അന്നന്നത്തെ വാർത്തകളും എൻ്റെ അന്നന്നത്തെ രീതികളുമാണ് ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത്. അതെങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകും? കാരണം എനിക്ക് വേറെ വിഷയങ്ങളില്ല പറയാൻ. മനസ്സിലായോ? ഇതിനെയാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇനിയെങ്കിലും ജീവിതം എന്ന് വെച്ചാൽ, ആയുസ് എന്ന് വെച്ചാൽ അല്പമേ ഉള്ളൂ. ഇനിയെങ്കിലും സ്വയം ചിന്തിക്കാൻ ശ്രമിക്കുക. നീയാണ് ലോകത്തിലെ ഏറ്റവും കഴിവുകെട്ട പെണ്ണ് നീയാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാനിവിടെ ജോലി എടുക്കുകയാണ്. സ്വന്തമായിട്ട് ഒറ്റയ്ക്കാണ് ജോലി എടുക്കുന്നത്. നിന്നെ പോലെയല്ല. ഒറ്റയ്ക്ക് ജോലിയെടുത്ത് അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരു പെണ്ണാണ്. എനിക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വിവരങ്ങളൊക്കെ ഈ ലോകത്തെ കാണിക്കേണ്ട ഒരാവശ്യമില്ല. നീ സമ്പാദിക്കുന്നതൊക്കെ നീ ഈ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുകയാണോ? അല്ലെങ്കിൽ പോട്ടെ, ഈ ലോകത്ത് യൂട്യൂബർമാർ പോട്ടെ, ഈ ലോകത്ത് ഓരോ മനുഷ്യരും ജീവിക്കുന്നു. അവരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുമെന്നോ അവരുടെ
സ്വന്തം ജീവിതത്തെക്കുറിച്ച്? ഒരിക്കലുമല്ല. പിന്നെ ചില ആളുകൾ അവരുടെ ജീവിതത്തെ കഥയാക്കിയും കവിതകളാക്കിയും സാങ്കല്പിക കഥയാക്കിയതൊക്കെ സിനിമയും നാടകവും ഒക്കെ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ കഥയാകാം, സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള കഥയാകാം, കാഴ്ചകളും കേൾവികളും ഒക്കെയാകാം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ നോക്കുന്നുണ്ടേ എനിക്ക് വീടില്ലാത്തത് കാണുന്നു. ഇതുപോലും ഇല്ലാത്ത മനുഷ്യരുണ്ടെന്നുള്ള സത്യം നീ അറിയുന്നില്ല. അത് നിന്റെ പൊട്ടത്തരം. തെരുവിലൊക്കെ കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ നീ കാണുന്നില്ലേ? നിനക്ക് എന്താ അവരോട് വെറുപ്പ് തോന്നുന്നു? നിനക്ക് എൻ്റെ ഈ വീട് കാണുമ്പോഴും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. ആ വെറുപ്പ് നീ അവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കുന്നു. അത് എൻ്റെ കുറ്റമല്ല. നിനക്ക് ഇറങ്ങി നിന്ന് സഹായിക്കാനും വയ്യ. നീ എനിക്കിട്ടൊന്നും തരുന്നതുമില്ല. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാനുള്ളൊരു തൻ്റെ ഇടവും നിനക്കില്ല. മനസ്സിലായോ? എത്രയോ ആളുകള് വീടില്ലാത്തവര്, വയ്യാത്തവര് ഒക്കെ ഇവിടെ കിടക്കുന്നു. നിന്റെ കണ്ണുകൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല? നിനക്ക് എന്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ ഇറങ്ങി നന്നാക്കി 10 പേരും പ്രശസ്തിയൊക്കെ എടുക്കാൻ നിനക്ക് പറ്റുന്നില്ല? അതൊക്കെ നിന്റെ കഴിവുകേടാണ്. നീ അത് നിന്റെ കഴിവുകേടുകളെ കണ്ട് മനസ്സിലാക്കുക. ഞാൻ തെണ്ടിത്തിരിക്കുന്നവളാണെങ്കിൽ ഞാൻ തെണ്ടി ജീവിക്കട്ടെ. പക്ഷെ ആ തെണ്ടലിന്റെ ഒപ്പം ഞാൻ നിന്റെ അടുക്ക് തെണ്ടാൻ വരുന്നില്ല. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. നിന്റെ അടുക്കൽ തെണ്ടാൻ വരുന്നില്ല. നിന്റെ അടുക്കൽ ഞാൻ തെണ്ടാൻ വരുന്നില്ല എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വേണം നീ കരുതേണ്ടത്. എൻ്റെ അടുക്കലേക്ക് കയറി വരുന്നില്ലല്ലോ. സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കഴിക്കുകയല്ലേ. ഒരു വേറെ ആരോടോ തെണ്ടി ജീവിക്കുകയല്ലേ. എൻ്റെ അടുക്കലേക്ക് എന്തായാലും വരുന്നില്ല എന്ന് വേണം കരുതണ്ട. നിന്റെ അടുക്കിലേക്ക് നിന്നെ ശല്യപ്പെടുത്താനായിട്ട് വരുന്നില്ല. അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതേണ്ട. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ നിന്റെ അടുക്കിലേക്ക് തെണ്ടാൻ വരുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതേണ്ടത്. ഇത്രയും ലൈവിലുള്ള ഇത്രയും ആളുകളുടെ അടുക്കിലേക്ക് ഞാൻ തെണ്ടാൻ ചെല്ലുന്നില്ല എന്നുള്ളത് ഇവരൊക്കെ തന്നെയും വലിയൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതേണ്ടത്. ഇതൊക്കെ നിന്നെ പോലുള്ള നാറിച്ചുകളോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിത്തിരി വിവേകം വേണം. എനിക്ക് വേറെ വിഷയങ്ങളില്ലാത്തതുകൊണ്ട് അന്നുള്ള കാര്യങ്ങളെ ഞാൻ വിഷയങ്ങളാക്കി എൻ്റെ ചാനലിൽ ഇടുന്നു. അതിലൂടെ ഞാൻ തുച്ഛമായ വരുമാന മാർഗം ഉണ്ടാക്കുന്നു. അതെന്തോ വലിയ കുറ്റമാണോ? ഞാൻ ഇനിയെന്തോ കക്കാൻ പോണോ? മോഷ്ടിക്കാൻ പോണോ? മറ്റുള്ളവരുടെ പിടിച്ചു പറിക്കാൻ പോണോ? അതൊക്കെയാണോ നീ ആഗ്രഹിക്കുന്നത്? എനിക്കതൊന്നും പറ്റില്ല. മറ്റുള്ളവരെ കൊലപ്പെടുത്തി അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെടുത്ത് അങ്ങനെ ചെയ്യണമെന്നാണോ നീ കരുതുന്നത്? അത് നീ വലിച്ചാൽ മതി. അതിനെനിക്ക് പറ്റില്ല. പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ ഞാൻ വന്നിട്ടുണ്ട് കുരിശും കൊണ്ട്. ഷീജ എസ് കെ ഈസ് വാച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട്. നാണം ഉണ്ടോ നിനക്ക്? ഷീജ എസ് കെ ഈസ് വാച്ചിങ്. അത് നീ അന്തസ്സുള്ളൊരു പെണ്ണായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. സമൂഹത്തിന് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ടിറങ്ങി നിന്ന് ജീവിക്കാൻ പഠിക്കും. ഈ കുരിശിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് സ്വന്തം മുഖം എടുത്ത് അവിടെ പതിപ്പിച്ചിട്ട് സമൂഹത്തിന് എന്തെങ്കിലും നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യാൻ ശ്രമിക്കുക. അന്തസ്സായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഞാൻ വളരെ മനോഹരമായിട്ട് ഇവിടെ ജീവിക്കുന്നു. നല്ല അന്തസ്സുള്ള കുടുംബിനി എന്നാണ് നല്ല സ്ത്രീകൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നീ എൻ്റെ ലൈവിൻ്റെ ഇടയ്ക്കില് ഇങ്ങനെ ഓരോ ആണുങ്ങളും എഴുതി വെക്കുന്നുണ്ട്. ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ആണ് എഴുതി വെക്കുന്നുണ്ട്. അവിടെ പോകും. അവിടെ പോയി ഏതെങ്കിലും ഒരു ആണ് എഴുതി വെക്കുകയാണ്, നാഗയെ ഇപ്പോൾ കാണാൻ കൊള്ളാവോ എന്ന്.
ഉടനെ ഐഡിയും പൊക്കി വയ്ക്കൊണ്ട് ആ ആണിൻ്റെ പിന്നെ എന്താ പറയുക റിപ്ലൈയുടെ അടിയിൽ ചെന്നിട്ട് ആകർഷിപ്പിക്കുന്നു അവർ ശ്രദ്ധിക്കാൻ വേണ്ടി. എന്നിട്ട് എന്താണ് ചാറ്റ് ചെയ്യണം. നിന്റെ അന്തസ്സൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ ഒട്ടും അന്തസ്സില്ലാത്തവളാ. നിനക്ക് എന്നിട്ട് അവന്മാരുമായിട്ട് ചാറ്റ് ചെയ്യണം, സൊള്ളണം, തെണ്ടി ജീവിക്കണം. നീ ഈ പറയുന്നത് പോലെല്ലാം കുറേ നാൾ കഴിയുമ്പോൾ ഫോണൊക്കെ വിളിച്ച് പിന്നെ നിനക്കതുപോലെ ചെയ്യണം. പക്ഷെ എനിക്കതുപോലെ പറ്റില്ല. ഞാൻ നിന്റെ അടുക്കൽ തെണ്ടാൻ വന്നു. അപ്പോൾ നിന്റെ അടുക്കൽ തെണ്ടാൻ വന്നിട്ടില്ല എന്നത് മഹാഭാഗ്യമായിട്ട് നീ കരുതണം. എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല. കട്ടും മോഷ്ടിച്ചും മറ്റുള്ളവരെ പിടിച്ചു പറിച്ചുമൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വമാണ്. നിന്നെപ്പോലെയല്ല ഞാൻ. അന്തസ്സായിട്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ കഴിയുന്നത്. എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്നു. മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ടുപഠിക്കാൻ പറയുന്നു. എനിക്ക് ആരെയും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനായിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. നീ വേണമെങ്കിൽ ആരെയെങ്കിലുമൊക്കെ കണ്ടു പഠിക്കും. സ്വന്തം മുഖമെങ്കിലും നിനക്ക് ഉണ്ടോ എന്ന് നോക്ക്. പെറ്റ് കാണിക്കുക നിന്നെ പോലെ. നീ ആ പണിക്ക് പോകുന്നു. വേശ്യപ്പണി നീ ചെയ്യുന്നു. നീ ചെയ്യുന്ന പണിയാണ് വേശ്യപ്പണി. അത് നീ ഇവിടെ വന്ന് എഴുതിയിടുന്നു. നിനക്കത് പറയാനും അത് ചെയ്യാനും ഒക്കെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നീ അവിടെ വന്ന് എഴുതിയിടുന്നു. അത് എൻ്റെ കുഴപ്പമല്ല. നിന്റെ ചിന്തകളിലൂടെ വരുന്ന കാര്യങ്ങൾ നീ അവിടെ എഴുതിയിടുന്നു. എനിക്കിവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഞാൻ ശില്പം പണിയുന്നു, അതിൽ തന്നെ ലയിച്ചിരുന്ന് ചെയ്യുന്നു. ചിത്രം വരയ്ക്കുന്നു, അതിൽ തന്നെ ലയിച്ചിരുന്ന് ചെയ്യുന്നു. അപ്പോൾ നീ ആ പറഞ്ഞ പണി എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് നിനക്കേ പറ്റുള്ളൂ. ഓടി മച്ചിന്ന്. അതെ, നിനക്കിനി അത് പറഞ്ഞ് രക്ഷപ്പെടണം. അതായത് ഒരു പെണ്ണിന് ഒരു കുട്ടിയില്ല എന്ന് കരുതുക. അപ്പോൾ മച്ചി, വേശ്യ എന്നീ പദങ്ങൾ ഉപയോഗിച്ച് അവരെ തളർത്താമെന്നാണ് നിന്റെ വിചാരം. അത് നിന്റെ കയ്യിലിരുന്നാൽ മതി. മച്ചി, വേശ്യ അങ്ങനെയൊക്കെ എഴുതിയിടുമ്പോഴത്തേന് പെണ്ണിങ്ങനെ തളർന്നു പോകുമെന്നുള്ളത് നിന്റെ വെറും തോന്നലാണ്. എൻ്റെ അടുക്കൽ നിന്റെ ഈ കളി ഒന്നും നടക്കൂല. വെറുതെ വേറെ വല്ല പെണ്ണുങ്ങളുടെ അടുത്ത് പോയാൽ അവർ കീറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? മച്ചിന്ന് വിളിക്കുമ്പോഴത്തേന് കരയുക, വേശ്യെന്ന് വിളിക്കുമ്പോഴത്തേന് കരയുക. നിന്നെപ്പോലുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെയും ഏറ്റവും വലിയ പോരായ്മയാണ് അത്. പക്ഷെ എനിക്ക് കരച്ചിൽ വരില്ല. കാരണം കുട്ടികൾ ഉണ്ടാകാത്തത് അതൊരു പോരായ്മയല്ല. കുട്ടികൾ ഉണ്ടാവുന്നതും പോരായ്മയല്ല. കുട്ടികളില്ല എന്നുള്ളതും പോരായ്മയല്ല. കുട്ടികൾ ഉണ്ടാവുന്നതും പോരായ്മയല്ല. മനസ്സിലായോ? അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ജ്ഞാനവും അറിവും ബോധവും എനിക്കുണ്ട്. നീ ആദ്യം അതൊന്നായി കാണിക്കും. എനിക്ക് അങ്ങനെയുള്ള ധൈര്യം വേണ്ട. മനസ്സിലായോ? നീ അങ്ങനെ എന്നെ ധൈര്യപ്പെടുത്താൻ ഇറങ്ങിയേം വേണ്ട. നിനക്ക് എന്നോട് മത്സരിക്കണം. നീ ഒരു കഴിവ് കെട്ടതാണ്. അപ്പൊ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. എൻ്റെ അരികിൽ ആളുകളെല്ലാം വരുന്നുണ്ട്. നിനക്കത് കാണുമ്പോൾ കിടന്നങ്ങ് അസൂയയാണ്. ആ അസൂയ മൂത്ത് നീ ഇവിടെ പറയും. ഞാൻ നിന്നെ ഇപ്പൊ എന്തിലേക്കാണ് കൊണ്ടുപോകുന്നറിയാം? കൊടും ഭ്രാന്തിലേക്കാണ്. നിന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് നീ തന്നെ ഇത് സ്വയം വായിച്ച് ഭ്രാന്ത് പിടിച്ച് കൊടും ഭ്രാന്തിയായി തീരാൻ അത് നീ ആയിത്തീരും. അമ്മമാരുള്ളവരൊക്കെ മക്കളുടെ ആട്ടും തുപ്പും ഒക്കെ ഏറ്റ് ചവിട്ടും തൊഴിയൊക്കെ ഏറ്റ് ചില അമ്മമാരെയൊക്കെ കുട്ടികൾ കൊല്ലുക. അത് നിനക്കറിയാവോ? സമൂഹത്തിലെ ഓരോ വാർത്തകളൊക്കെ നീ വായിക്കുന്നില്ലയോ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ അമ്മമാരെയൊക്കെ ചവിട്ടി തൊഴിച്ചങ്ങിട്ടിടുക. നിനക്കിനി ആ ഗതിയാണ് വരുന്നത്. മെല്ലെ മെല്ലെ ഞാൻ അത് വരുത്തും. ആളുകൾക്ക് എന്നെ നല്ല പേടിയുണ്ട്, ഭയമുണ്ട്. കാരണം ഞാൻ ഒരാളുടെയെങ്കിലും
പേരിങ്ങനെ എഴുതി അവരെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓൾറെഡി അവർക്ക് ഭ്രാന്ത് ഉറപ്പാണ്. അവർക്കത് വരും. മനസ്സിലായോ? നിനക്കിനി നിന്റെ ചുറ്റുമുള്ളവരുടെ അടുക്കൽ നിന്നും നിനക്കിനി ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി ആയിരിക്കും നിനക്ക് അനുഭവപ്പെടുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്ക് 2 മക്കളുണ്ട്. നല്ല രീതിയിൽ കാശുണ്ടാക്കി ജീവിക്കുന്നു. നിന്റെ മോൻ്റെ തുപ്പാൻ തോന്നുന്നു. നിനക്ക് മക്കളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ വന്നിങ്ങനെ കരയുന്നത്? അപ്പോൾ ആ മക്കളിൽ നിന്ന് നിനക്കൊരു സമാധാനം കിട്ടുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? നീ നല്ല രീതിയിലല്ല ജീവിക്കുന്നത് എന്നും ഇത് ഇവിടെ നീ നന്നായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാള് ഇങ്ങനെ വന്ന് എഴുതത്തില്ല. നിനക്ക് മക്കളിൽ നിന്നും എപ്പോഴും ആട്ടും തുപ്പും ഒക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ വന്ന് എഴുതുന്നത്. മനുഷ്യന്റെ മനഃശാസ്ത്രമാണ് ഞാനിവിടെ പറയുന്നത്. നല്ലൊരു മക്കള് നിനക്കുണ്ടാകില്ല. നല്ല മക്കളുള്ള അമ്മമാർ ഇങ്ങനെ എഴുതേണ്ടി വരില്ല. ഇങ്ങനൊരു ഐഡിയ എടുത്തോണ്ട് വന്ന് മുഖം മറച്ചിങ്ങനെ എഴുതേണ്ടി വരില്ല. ആ മക്കളുമാരെ ആ അമ്മയെ എപ്പോഴും നോക്കും. ആ മക്കളുമാരെ ആ അമ്മയെ ഇങ്ങനൊന്നും എഴുതാൻ സമ്മതിക്കില്ല. നല്ല മക്കളുമാര് സ്വന്തം അമ്മയും കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ ലൈവിന്റെ കീഴിൽ ചെന്ന് ഇങ്ങനെ എഴുതിപ്പിക്കാനൊന്നും സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് വേറെ പണിയില്ലേ? അമ്മ എന്തിനിങ്ങനെ പോകുന്നേ? അമ്മ ഞങ്ങൾക്ക് നാണോ മാനോ ഒക്കെ ഉണ്ട്, അമ്മ ഇത്തരം പണിക്കൊന്നും പോകരുത് എന്ന് ആ മക്കളുമാര് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ നിന്റെ നല്ല മക്കളല്ല. മനസ്സിലായോ? ഹാഫീസ് ചുറുവിൽ വേണ്ടേ വേറെ ഒരുത്തം വന്നേക്കുന്നു. ഇനി ഇത് 2 എണ്ണവും കൂടി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് 2നും കൂടെ കയറി ഇങ്ങനെ കൊളുത്താനാണ്. അവൻ നാണ്ട ഷെഡി ഇടാറില്ലെന്ന്. ഇവൾ ഷെഡി ഇടാറില്ല. അവൻ നോക്കാൻ വന്ന രാത്രി അവനാവായിരുന്നു പണി. ഞാൻ ഷെഡി ഇടുന്നുണ്ടോ എന്ന് നോക്കാൻ വന്ന. എടാ നാറി, നിനക്ക് നാണം ഇല്ലയോടാ? പെണ്ണുങ്ങൾ ഷെഡി ഇടുന്നുണ്ടോ എന്ന് നോക്കാൻ വരാൻ. നിന്റെ വീട്ടിൽ അമ്മയില്ലയോടാ? നിന്റെ വീട്ടിലെ അമ്മയൊക്കെ ഷെഡി ഇടാറുണ്ടോ എന്നും പോയി നോക്കുവാന്നോ? പെങ്ങളുണ്ടോ? അവരും ഷെഡി ഇടാറില്ലയോ എന്ന് നീ നോക്കാറുണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പെണ്ണുങ്ങളും ഷെഡി ഇടാറുണ്ടോ എന്ന് നോക്കാൻ നടക്കുന്നോടാ? ഹാഫിസ് ചൊറോട്ടിയിൽ നാണോ മാനോ ഉണ്ടോടാ നിനക്ക്? നാറി, ഇവിടെ ആണായിട്ട് ജീവിക്ക്. അവൻ ഒരുത്തൻ ഷഡ്ഡിക്കഥയും പറഞ്ഞുകൊണ്ട് വരുന്ന. ഈ ലോകത്തിലെ പെണ്ണുങ്ങളൊക്കെ ഷെഡി ഇടുമോ എന്ന് നോക്കി നടക്കുന്നവനാണ് ഇവനെ. ഇവിടെ നാണോ ഉണ്ടോടാ നിനക്ക്? നാണോ മാനോ ഇല്ലാത്തവനെ. നീ അതൊരു പെണ്ണ് കെട്ടിയിട്ട് നീ ആ പെണ്ണിനെ നന്നായിട്ട് നോക്കാൻ ശ്രമിപ്പിക്കുക. എവിടെയോ കിടക്കുന്ന എൻ്റെ തോളെ കയറാൻ വരണ്ട. ജാനകി ജാനു, ഹായ് ചേച്ചി, നമസ്കാരം മോളെ. ആര്യാരു, നമസ്കാരം മുത്തേ, ഹലോ എന്ന് പറയുന്നു. അവനെ എടുത്ത് കളയാൻ. ഈ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് വരവാനവനെ. അവളെ എടുത്ത് കളയാം. 2 എണ്ണത്തിനും കൂടി ഇവിടെ കിടന്ന് വരവി 2 എണ്ണത്തിനെ എടുത്ത് കളഞ്ഞ. ഇതെന്താണെന്ന് എനിക്കറിയാം. 2നും കൂടെ പോയി ഇനി ആ മെസ്സഞ്ചറിൽ പോയി സൊള്ളാനാ. അങ്ങനെ എൻ്റെ ലൈവിൽ വന്ന് 2 എണ്ണവും കൂടെ അങ്ങനെ ഇപ്പോൾ പണിയണ്ട. ഷഡ്ഡി എന്ന് പറഞ്ഞപ്പോഴേ മിനി ചോപ്പ് കോപ്പ് നീയും പൂക്കോ. നിന്നെ ഒന്നും ഇവിടെ വേണ്ട. ഇറങ്ങിപ്പോടാ നാറി. സുഷമ, ലതിക ഉത്രാടം, ഹായ് ചേച്ചി, നമസ്കാരം. അത് പറഞ്ഞു തീർന്നല്ലോ. അപ്പൊ ഷീജ, ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ. നിനക്ക് ഒരു മനസ്സമാധാനത്തെ പോലും നീ നിന്റെ ജീവിതത്തെ നിനക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നിനക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. നിന്റെ മക്കളുടെ അടുക്കൽ നിന്നും മനസ്സമാധാനം കിട്ടുന്നില്ല.
നിന്റെ ചുറ്റുമുള്ളവരുടെ അടുക്കൽ നിന്നും നിനക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ നീ മുഖമൊക്കെ മറച്ചൊരു ഒരു ഐഡിയും തൂക്കിക്കൊണ്ട് അങ്ങ് ഇറങ്ങി. ഇനി നിനക്ക് ഒട്ടും മനസ്സമാധാനം കിട്ടത്തില്ല. ഇനി നീ ഇങ്ങനെ നെഗറ്റീവ് എഴുതി 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 നീ അത് സ്വയം വായിക്കുകയും നീ പിന്നെ ഇങ്ങനെ ചിന്തിക്കുകയും സ്വയം വായിക്കും പിന്നെ ചിന്തിക്കും, സ്വയം വായിക്കും പിന്നെ ചിന്തിക്കും ആണ് നിന്നെ ഞാൻ ഭ്രാന്ത് പിടിപ്പിക്കുക. ഭ്രാന്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഭ്രാന്തിലേക്ക് പോകുമ്പോൾ നിനക്ക് മാനസികമായിട്ട് കൂടുതൽ ടെൻഷൻ ഉണ്ടാകും. എൻ്റെ ഓരോ വാക്കും നിനക്ക് തുളച്ച് കയറും. നിനക്കിങ്ങനെ ടെൻഷൻ എടുത്ത് നിന്റെ മക്കൾ പോലും നിന്നെ വെറുക്കും. കാരണം മക്കൾ അറിയാതെയാണ് നീ കളി കളിക്കുന്നത്. നീയോ ഇങ്ങനെ. അപ്പോൾ മക്കളന്നേരം ഏത് വിധത്തിലായിരിക്കും? ആദ്യം മക്കളെ നന്നായിട്ട് നോക്കാൻ പഠിക്കുക. മനസ്സിലായോ? നീ അന്തസ്സായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് അത് അന്തസ്സുള്ളവരുടെ അടുക്കിലേക്ക് പോകണം. എനിക്ക് അന്തസ്സില്ലെങ്കിൽ നീ പിന്നെ എന്തിനിങ്ങനെ വലിഞ്ഞു വരണം? ചിന്തിക്ക്. എനിക്ക് അന്തസ്സില്ലാത്തവളാണെന്ന് പറയുന്നു, സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്തവളാണെന്ന് നീ തന്നെ പറയുന്നു. വീണ്ടും നീ വലിഞ്ഞു കയറി നാണോ മാനോ ഇല്ലാതെ ഒരു ലജ്ജയും ഇല്ലാതെ എൻ്റെ ലൈവിലേക്കല്ലേ നീ വരുന്നത്? അപ്പോൾ ആർക്കാണ് അന്തസ്? ഞാൻ നിന്റെ അരികിലേക്കല്ല വരുന്നത്. എൻ്റെ അരികിലേക്ക് നീയാണ് നാണവും മാനവും കെട്ടുവരുന്നത്. മനസ്സിലായോ? പിന്നെ മറ്റുള്ളവരുടെ യൂട്യൂബേഴ്സിനെ കണ്ട് എനിക്കിവിടെ ജീവിക്കേണ്ട. എനിക്കിവിടെ സ്വന്തമായിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഞാൻ എന്നും വിളക്ക് കൊളുത്തുന്നു. മനസ്സിലായോ? ഇത് നേരും നിറയുള്ള ക്ഷേത്ര. നിന്നെ പോലെയല്ല. ഹായ് ചേച്ചി, ഹായ്. നിന്നെ ഇനി കൂടുതൽ ഞാൻ വിടില്ല. നിന്നെ ഷീജ ഇനി നിന്നെ വിടില്ല. ഭ്രാന്തിന്റെ കൊടും അവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ നിന്നെ. ഭ്രാന്തിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാൻ. നെഗറ്റീവ് എഴുതി വെപ്പിച്ച് ദുഷിപ്പ് മുഴുവൻ നിന്നിൽ നിന്നും ഇറക്കി നിനക്ക് തലയ്ക്ക് ചൂട് പിടിച്ച് നീ സ്വയം ഇങ്ങനെ എരിഞ്ഞ് ഇല്ലാതാകുന്ന നിമിഷം വരെ നിന്നെ ഞാൻ എൻ്റെ ഈ ലൈവിൽ ഇങ്ങനെ വരുത്തും. നീ വരും. എൻ്റെ ചൊൽപ്പടിക്ക് നീ വരും. മനസ്സിലായോ? ഞാൻ നല്ലൊരു മന്ത്രവാദിയാ. നിന്റെ ദേഹം അവിടെ ഇരുന്നാൽ മതി. നിന്റെ മനസ്സിനെ ഞാൻ ഇവിടെ വരുത്തും, ആത്മാവിനെ. അടിപൊളി മോളെ സുഷമ ഹമ, അടിപൊളി മോളെ, സൂപ്പർ. നമസ്കാരം. ഇത് മൈൻഡ് വെച്ചുള്ള കളിയാ. ആ മൈൻഡ് വെച്ചുള്ള കളി ഉണ്ടല്ലോ, ഒന്ന് തെറ്റിപ്പോയാൽ നിനക്കവിടെ നല്ല പണി കിട്ടും. ആ പണി കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. നീ അത് അനുഭവിക്കണം. നിന്റെ മക്കളിൽ നിന്ന് അനുഭവിക്കണം. നിന്റെ തൊട്ടടുത്ത ആളുകളിൽ നിന്ന് നീ അനുഭവിക്കണം. ഒക്കെ അനുഭവിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ അനുഭവിക്കണം. നിന്റെ മക്കൾ നിന്റെ അടുത്ത് ഉണ്ടാവുകയില്ല. അവർ നിന്നെ വെറുക്കും. കാരണം നിന്നെപ്പോലുള്ള ആളുകളെയാണ് മക്കൾക്കൊന്നും ഇഷ്ടമില്ലാതെ വരുന്നത്. നിന്നെപ്പോലുള്ള ആൾക്കാരെ മക്കൾക്ക് ഇഷ്ടമില്ലാതെ വരികയും നിന്നെ എടുത്ത് കളയുകയും ചെയ്യും. നിനക്ക് ഭ്രാന്താണെന്ന് ജോണി ആന്റണി, അത് സത്യമാണ്. നിനക്ക് ഭ്രാന്താണെന്ന് നിന്റെ നാട്ടുകാർ പറയുന്നുണ്ട്. എനിക്കല്ല, നിനക്ക്. നിന്റെ കൂട്ടുകാരെപ്പോഴും പറയുന്ന കാര്യമില്ലേ നിനക്ക് ഭ്രാന്താണെന്ന്. അത് നീ ചിന്തിക്ക്. നീ ഒന്ന് മനസ്സിലാക്ക്. നീ സ്വയം പറ. നിനക്ക് ഭ്രാന്താണെന്ന് നാട്ടുകൾ പറയുന്നുണ്ടെന്ന്. നീ നിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഇതെല്ലാം സീരിയസ് ആണ്, വമ്പൻ സീരിയസ് ആണ് ഞാൻ പറയുന്നത്. നിന്നെയൊക്കെ ഇട്ട് എന്നെ തട്ട് കളിപ്പിക്കാൻ വന്ന നിന്നെയൊക്കെ ഇട്ട് ഞാൻ വട്ട് കട്ടിക്കും. നിനക്ക് ഭ്രാന്താണെന്ന് നിന്റെ നാട്ടുകാർ പറയുന്നു. ജോണി ആന്റണി, എടാ നാറി, നീ എന്തിനാടാ പിന്നെ എൻ്റെ ലൈവിൽ നിൽക്കുന്നത്? നല്ലവൾ ആരുണ്ടോ നീ അവിടേക്ക് പോകണം. മനസ്സിലായോ?
അവിടേക്കാണ് പോകേണ്ടത്, എൻ്റെ അരികിലേക്കല്ല വരേണ്ടത്. അപ്പോൾ നിനക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അത് നിന്റെ കഴിവുകേട്. നിനക്കറിയാം അതൊരു കളവിയാണെന്നും ഒക്കെ അറിയാം. നീ അവളെ നല്ലവളെന്ന് പറയുന്നു. എന്തിനാണ്? നിനക്ക് അവളുടെ ID തപ്പിയെടുത്ത് ചൊള്ളാനാ. എൻ്റെ ലൈവിൽ ഇങ്ങനെ കുറേ എണ്ണം കയറി വരുന്നുണ്ട്. പണ്ട് ഇങ്ങനെയായിരുന്നു, യൂട്യൂബ് ചാനൽ ഇട്ടപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ കയറി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടുമൊക്കെയായി. ഫോൺ നമ്പർ കൊടുപ്പായി, ഫോട്ടോ കൊടുപ്പായി, വീട്ടിൽ ചെല്ലലായി, പിന്നെ അവിടെ കുടുംബ വഴക്കായി, പിന്നെ അടിനാശ വെള്ളപ്പൊക്കമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരും വന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേശ്യെന്ന് വിളിക്കലായി. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നവരൊക്കെ വേശ്യാന്ന് വിളിക്കലായി. അവരൊക്കെ ഫോട്ടോ ഇട്ട് വീഡിയോ ആക്കലായി. നിനക്കൊക്കെ ആ ഗതി വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ അപ്പോഴും നല്ല സുഖിച്ച് തന്നെ ഇവിടെ ജീവിക്കും. നീയൊക്കെ എൻ്റെ ലൈവിലൂടെ വന്ന് അങ്ങനെ കൂട്ടുകെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൊടുത്ത് പണം കൈമാറി, പിന്നെ നിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെളിയിൽ വന്ന് യൂട്യൂബിലൊക്കെ കറങ്ങി നടന്ന്, ഫേസ്ബുക്കിലൊക്കെ കറങ്ങി നടന്ന്, വാട്സാപ്പ് തോറും കറങ്ങി നടന്ന് അടിപൊളിന്ന് ശ്രീ പറയുന്നു. എനിക്കെന്താ? എനിക്കിവിടെ ഒന്നും സംഭവിക്കില്ല. ഞാൻ അന്തസ്സായിട്ട് ഈ ലൈവ് വീഡിയോ ഇടും. അത് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും, എൻ്റെ ചാനലിലിടും. അന്നുള്ള വരുമാന മാർഗം ഞാൻ കണ്ടെത്തും. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാന മാർഗത്തിൽ നിന്നും അന്നുള്ള എനിക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടെത്തും. മനസ്സിലായോ? അക്ക ഹായ്, അക്ഷയ് ഒബ്രോ, നമസ്കാരം മുത്തം. ഇനി വേറൊരു കാര്യം പറയാനാണെങ്കിൽ, ഈ യൂട്യൂബിൽ ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, ഒക്കെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസുകളെല്ലാം അവർ ഒരിടത്ത് നിന്ന് ഇടുന്നതല്ല. അതാണ് ഷീജ എന്ന് പറയുന്ന വിവരദോഷികൾക്കെല്ലാം സംഭവിക്കുന്ന കാര്യം. അവർ വീഡിയോസുകൾ ഇടുന്നത് പുറത്ത് സഞ്ചാരം ചെയ്താണ്, പുറത്തിറങ്ങി സഞ്ചരിക്കുകയാണ്. അപ്പോൾ മുന്തി ഹോട്ടലുകളിലേക്ക് പോകും, പല ദേശങ്ങളിലേക്ക് പോയി വീഡിയോ ഇടും, പല ദേശങ്ങളിലേക്ക് പോകും, മുന്തിയിനം ഹോട്ടലിലേക്കൊക്കെ പോയി ചെന്ന് വീഡിയോ ഇടും, അവിടെ വാഹനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഷീജ എന്ന് പറയുന്ന വിവരം കെട്ടതൊക്കെ വിചാരിക്കുന്ന എന്താ, ആ ഹോട്ടലൊക്കെ അവരുടെ വീടുകളാണെന്നും, അതുപോലെ തന്നെ വാഹനങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവരുടെ സ്വന്തം വാഹനങ്ങളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. സ്വന്തമായിട്ട് വാഹനമുള്ളവരൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കൂട്ടുകാരുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും ഉണ്ടാകും. ഞാനും അതുപോലൊക്കെ തന്നെ ഉള്ള ആളാണ്. നല്ലൊരു പിന്നെ ഹോട്ടൽ അല്ലെങ്കിൽ നല്ലൊരു ലോഡ്ജ് റൂം എടുത്തിട്ട് നമുക്ക് 1-2 ദിവസം അവിടെ ചെന്ന് വീഡിയോസൊക്കെ ഇട്ട് നമുക്കങ്ങനെ 1-2 ദിവസം കഴിയാം. ഞാനും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നന്നായിട്ടൊന്ന് ഓടാൻ, അക്കാലത്ത് നന്നായിട്ടൊന്ന് മൂവ് ആവാൻ വേണ്ടി ഞാനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബുദ്ധിയാണ് അവിടെ വേണ്ടുന്നത്. എൻ്റെ സുഹൃത്തുക്കളുമായി അതുപോലെ തന്നെ ബോട്ടിലൊക്കെ സഞ്ചരിച്ച്, കാരണം അതൊക്കെ ആളുകളെ ആകർഷിപ്പിക്കുന്നതാണ്. മനുഷ്യന് എന്താണ് വേണ്ടുന്നത്? അത്തരം കാര്യങ്ങൾ, ബോട്ടിൽ സഞ്ചരിക്കുക, കായലിൻ്റെ നടുവിലൂടെ സഞ്ചരിക്കുക ബോട്ടിൽ, അതുപോലെ തന്നെ പുറത്തുള്ള കാഴ്ചകൾ, ഭൗതിക കാഴ്ചകളൊക്കെ ഇങ്ങനെ അഭിരമിച്ച് നടക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും, അവരാണ്ട് ഭയങ്കരമായിട്ട് പിന്നെ നന്നായിട്ട് ജീവിക്കുന്നു, അന്തസ്സായിട്ട് ജീവിക്കുന്നു. മൊത്തം എത്ര യൂട്യൂബ് ചാനലുണ്ട്? അപ്പോൾ നിനക്കൊന്നും ഇതിൻ്റെയൊക്കെ ടെക്നിക്ക് അറിയില്ല. യൂട്യൂബ് ചാനലിലുള്ളവർ മിക്കവരും വാർത്ത ഘട്ടത്തിലൊക്കെയാണ് താമസിക്കുന്നത്. ചിലർക്ക് വീടും കൂടും ഒന്നുമില്ല. അവർ ഓരോ സ്ഥലത്തും
ഇങ്ങനെ സഞ്ചരിച്ച് ഒരിടത്ത് റൂം എടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരിടത്ത് റൂം എടുക്കും, അതും കഴിഞ്ഞിട്ട് വേറൊരിടത്ത് റൂം എടുക്കും. ആ സഞ്ചാരമാണ് അവരുടെ. അപ്പോൾ ഷീജ എന്ന് പറയുന്ന വിവരദോഷി അതൊക്കെ കണ്ടും കേട്ടിട്ടും ചിന്തിക്കാനുള്ള ശേഷി നിനക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഒരിടത്ത് തന്നെ ഇരുന്ന്, ഒരിടത്തുനിന്ന് വെച്ചാൽ എൻ്റെ വീടും ചുറ്റുപാടുകളും മാത്രമായിട്ട് ഒതുങ്ങി കഴിയുന്ന ഒരു പെണ്ണാണ് ഞാൻ. അന്തസ്സുള്ളൊരു പെണ്ണ് തന്നെയാണ്. മനസ്സിലായോ? എനിക്കും വേണമെങ്കിൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാം. ഞാനും യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്ത് യൂട്യൂബ് ചാനലിലൊക്കെ അത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം വാഹനങ്ങളിലൊക്കെ പോയിട്ടുമുണ്ട്. ഇത് തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് പലർക്കും വാടക വീട്ടിലൊക്കെയാണ് ഇപ്പോഴും സിനിമാ നടന്മാരും ജീവിക്കുന്നു. അവർ മിക്കവരും വാർത്തയല്ല, വാർത്ത എന്ന് വെച്ചാൽ മീൻസ് വാടകയ്ക്ക് വീടെടുത്താണ് മിക്കവരും താമസിക്കുന്നത് തന്നെ. സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരുണ്ട്. സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർ വാടകയ്ക്ക് വീടെടുത്തും കൂടെ താമസിക്കുന്നവരുണ്ട്. അതൊന്നും അറിയാനേ ഷീജ എന്ന് പറയുന്ന നിന്നെപ്പോലുള്ള വിവരം കെട്ടുകൾക്കൊന്നും അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. മനസ്സിലായോ? നിനക്ക് തലച്ചോറില്ല. ചേച്ചി മൈൻഡ് ചെയ്യൂ. ആമിന TP ആമീൻസ്. നമസ്കാരം മോളെ. ഇത്ര നാളും എന്തുണ്ടാക്കിയെന്ന്. എനിക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പോയിക്കോളാം. മനസ്സിലായോ? തെണ്ടി തിന്ന് തന്നെ ജീവിച്ചോളാം. നിന്റെ അരിയിലേക്ക് ഞാൻ വരുന്നില്ല. അത് മഹാഭാഗ്യമെന്ന് കരുതിയിരിക്കെ. ഞാൻ തെണ്ടി തിന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്ടം കൊണ്ടാണ്. ജീവിതാവസാനം വരെ ഞാൻ തെണ്ടി തിന്ന് ജീവിച്ചോളാം. മനസ്സിലായോ? നിന്റെ അരിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് നീ മഹാഭാഗ്യമായിട്ട് കരുതണം. നീ ഇനി മുതൽ ഉറങ്ങില്ല നന്നായിട്ട്. ഇനി ആരാ തെണ്ടി തിന്ന് ജീവിക്കുന്നെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. നീയും നിന്റെ മക്കളുടെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങിച്ചല്ലേ കഴിക്കുന്നത്. നിന്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങിച്ചല്ലേ കഴിക്കുന്നത്. അതൊക്കെ നീ മനസ്സിലാക്കണം. നിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചിന്തിപ്പിക്കാനായിട്ടാണ് ഇത് ഇട്ടത്. സ്വയം ചിന്തിക്കണം, സ്വയം മനസ്സിലാക്കണം. സ്വയം മനസ്സിലാക്കി വരുമ്പോൾ നിനക്ക് തന്നെ തോന്നും നീ ഒരു വിഡ്ഢിയായിരുന്നു എന്ന്. ഞാനായിരുന്നു ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നത് എന്ന്. നീ ഒരു പമ്പര വിഡ്ഢിയായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവും. ഞാനിവിടെ നന്നായിട്ട് ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇന്നും എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഒരാൾ 500 രൂപ എനിക്ക് അയച്ചു തന്നു. എന്തിനായിരിക്കും അത്? ഞാൻ ചോദിക്കാതെ അയച്ചതാണ്. എവിടെയോ ഉള്ള ആള്. എൻ്റെ ബിസിനസ്സാണത്. ചാരിറ്റി അതെൻ്റെ ബിസിനസ്സാണ്. എന്തിനായിരിക്കും ആ ആൾ എനിക്ക് അയച്ചു തന്നത്? എനിക്ക് വെറുതെ അയച്ചു തന്നതാണ്. പക്ഷെ നിന്നെപ്പോലൊരു ആളിനെ ഇങ്ങനെ ആരെങ്കിലും അയച്ചു തരാനുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ അവരോടൊന്നും ചോദിച്ചിട്ടില്ല. ഏതോ ഒരാൾ, മുഖപരിചയം പോലും ഇല്ല. അപ്പോൾ എൻ്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ എനിക്ക് പണം അയക്കുന്നു. അതിനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ പണത്തിൽ നിന്നും മിച്ചം വെച്ചാണ് ഞാൻ എനിക്ക് വീടുണ്ടാക്കുന്നതും ഒക്കെയും. അല്ലാതെ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, കക്കാൻ പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരെ കൊലപ്പെടുത്തി മോഷ്ടിച്ച് അവരുടെ സമ്പാദ്യമൊക്കെ എടുത്തുകൊണ്ട് വരാൻ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. പിന്നെ നീ എന്നെ പ്രേരിപ്പിച്ച് അതിലേക്ക് നയിപ്പിക്കുകയും വേണ്ട. അതൊക്കെ കയ്യിലിരുത്തിയാൽ മതി. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നെപ്പോലൊരു ഊളകൾ പറയും, നിനക്ക് നല്ല വീടില്ല, നല്ല കഴിവില്ല, നിന്നെ ആരും അറിയപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പേടിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നല്ല വീടിന് വേണ്ടി അവരിങ്ങനെ കക്കാനും മോഷ്ടിക്കാനും എല്ലാം പോകും. നല്ല വീടുണ്ടാക്കാൻ വേണ്ടി
സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടാക്കാൻ വേണ്ടി, നല്ല വസ്ത്രം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ചെറുപ്പക്കാരൊക്കെ നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് അവരൊക്കെ. ലാസ്റ്റ് അവരെവിടെ എത്തും? ചിലരൊക്കെ മരണപ്പെടും, ചിലരെയൊക്കെ ഇങ്ങനെ അടിയും കൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ നാണം കെട്ട് നടക്കും. നിന്നെപ്പോലുള്ളവരിങ്ങനെ ഓരോന്നും പറഞ്ഞ ആളുകളെ പ്രേരിപ്പിക്കും. പക്ഷെ നീ എന്നും എത്ര പ്രേരണയിൽ പെടുത്തിയാലും നാഗസൈരന്ധ്രിയെ അതിനൊന്നും കിട്ടില്ല. മറ്റുള്ളവരെ പോലെ കടവും ഇടവും ഒക്കെ വലിച്ചു കയറ്റി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് അവർക്ക് മനസ്സമാധാനം കൊടുക്കാതെ, അവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ഞാനിവിടെ ഒരു വീടും പൊക്കി കെട്ടിയിട്ട് പിന്നെ എനിക്കും മനസ്സമാധാനം ഇല്ല, ആ പൈസ കടം തന്നവർക്ക് അവർക്കും മനസ്സമാധാനം ഇല്ലാത്ത ഗതിയിലേക്കൊന്നും ഞാൻ ആരെയും കൊണ്ടെത്തിക്കത്തില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. മനസ്സിലായോ? ഞാനിപ്പോൾ ഇത്രയും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. എത്രയോ പേർക്ക് അത് ഇഷ്ടാവുന്നുണ്ടെന്ന് അറിയാമോ എൻ്റെ ഈ വാക്കുകൾ? ഇത്രയും ലൈവിൽ ഇത്രയും പേര് വന്നിരിക്കുന്നു. അവരുടെ എന്നും അടുത്ത് ഞാൻ പോയി കടം ചോദിച്ച് എനിക്ക് വീട് വയ്ക്കാനാണ്, പണം ചോദിക്കുന്നില്ല. എന്നിട്ട് കടം വാങ്ങിച്ചിട്ട് ഒരു വീട് അങ്ങ് വെക്കും, വലിയ വീട്. എന്നിട്ട് അവിടെ മനസ്സമാധാനം ഇല്ലാതെ കിടക്കും. പിന്നെ ആ കടം വീട്ടണമെന്നുള്ള ആവലാതിയായിരിക്കും. കടം തന്നവനോ അവനും ആവലാതിയായിരിക്കും. എപ്പോഴായിരിക്കും അവർക്ക് ഇനി തരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ പാവം പിടിച്ചതും ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെയൊന്നും ആക്കി തീർക്കാനും എനിക്കാരെയും ആക്കി തീർക്കാൻ എനിക്കിഷ്ടമല്ല. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങൾ അതിനെ ഇനി എന്തൊക്കെ എവിടെ കിടന്ന് ചാടിയാലും എന്നെ അത്തരം പ്രേരണകളിൽ പെടുത്തിയേ വേണ്ട കേട്ടോ. അതിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. എന്നെ വേശ്യയെന്ന് വിളിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു, മച്ചിയെന്ന് വിളിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു, പിന്നെ മറ്റുള്ളവരൊക്കെ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് താഴ്ത്താൻ ശ്രമിക്കുന്നു. നിനക്കൊരു കാര്യം അറിയാവോ? നീ ഈ പറയുന്നത് പോലെ തന്നെയാണ് പല യൂട്യൂബേഴ്സിന്റെ വീഡിയോയുടെ അടിയിലും മറ്റുള്ളവർ ചെന്ന് ഇങ്ങനെ എഴുതി വെക്കുന്നത്. നിന്നെപ്പോലെ തന്നെ അസൂയയും കുശുമ്പും ഉള്ള ആളുകള് പല യൂട്യൂബേഴ്സിന്റെ വീഡിയോയുടെ അടിയിൽ നെഗറ്റീവ് മാത്രം എഴുതിയിടുന്നുണ്ട്. നിന്നെപ്പോലുള്ളവരത് ചെയ്യുന്നത്. ഒരു വേലയും കൂലിയൊന്നും ഇല്ലാതെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അവരുടെ എല്ലാം വീഡിയോയുടെ അടിയിൽ വന്ന് ചെന്ന് നിന്ന് ഉള്ള സമയം കളയുകയാണ്. ആ സമയം കളഞ്ഞ് അവരെ പിന്നെ എന്താ നിന്റെയൊക്കെ ഉള്ളില് ദുഷിപ്പ് അവിടെ എഴുതി വെച്ച് അവരെ വിഷമിപ്പിക്കുന്നു. നിന്റെയൊക്കെ ഉള്ളിലെ ദുഷിപ്പാണ് അവിടെ എഴുതി വെക്കുന്നത്. വീഡിയോ ഇടുന്നവരെ വിഷമിപ്പിക്കാൻ ശ്രമിപ്പിക്കുകയാണ്. പക്ഷെ വീഡിയോ ഇടുന്നവരോ അവരിട്ടോണ്ടേയിരിക്കും. വർഷങ്ങൾ എത്രയായി അവരൊക്കെ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ? അവിടെ ആത്മീയം പറയുന്നവരുണ്ട്, അല്ലാതെ വീഡിയോ ഇടുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ആത്മീയവാദികളുണ്ട്, അല്ലാതുള്ള മനുഷ്യരുണ്ട്, ഓരോ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും യൂട്യൂബ് ചാനലുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാം വീഡിയോയുടെ അടിയിൽ നിന്നെപ്പോലുള്ള ഒരു പണിയും കൂലിയും വേലയും ഒന്നും ഇല്ലാത്തവരൊക്കെ ചെന്നിങ്ങനെ അസൂയയും കുശുമ്പും എല്ലാം എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ വീഡിയോ ഇടാതെ ആണോ ഇരിക്കുന്നത്? അപ്പോൾ ഷീജ എന്ന് പറയുന്ന ആളിനോട് ഞാൻ പറയുന്നു, മറ്റുള്ളവർ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിന്നെപ്പോലെയല്ല. നിന്നെപ്പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും വീഡിയോയുടെ അടിയിൽ ചെന്ന് നിന്നെപ്പോലെ കന്നത്ര എഴുതി വെച്ച് എൻ്റെ സമയം കളയുക എന്നതല്ല. പക്ഷെ നിന്നെപ്പോലുള്ളതിനെ എൻ്റെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെയോ എൻ്റെ ചാനലിൻ്റെ കീഴിൽ വീഡിയോ ഇട്ടാൽ നിനക്ക് ഞാൻ മനസ്സമാധാനം തരില്ല. ആ കമൻ്റ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൊണ്ടിട്ട് ക്യാഷ് ഉണ്ടാക്കും. അത് ഉറപ്പാണ്, പൈസ ഉണ്ടാക്കും. ഷീജ കൂടുതലും ഞാൻ ഭ്രാന്തിൻ്റെ വക്കിലേക്കാണ് കൊണ്ടുവന്നത്. ഭ്രാന്ത് പിടിപ്പിക്കും. കൂടുതൽ ഇനി ഭ്രാന്തത്തരം എഴുതും അവർ.
അങ്ങനെ അവർ മെൻ്റലി ഷോക്കാവും. അവർക്ക് മെൻ്റലി ഷോക്കായി തീരും. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അത്തരം കഴിവുകളൊക്കെ എനിക്കുണ്ട്. അവരിങ്ങനെ മെൻ്റൽ പ്രോബ്ലം ആവും. അവർക്ക് മാനസിക രോഗിയായിത്തീരും. കാരണം അവരുടെ ആ മനസ്സിൻ്റെ വികലതകളും അതുമെല്ലാം അവരിങ്ങനെ എഴുതി ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ബിഗ് ബോസിലെ ആളുകൾ മാനസിക രോഗികളായി തീരും ചിലപ്പോൾ. ഇങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ട് ബിഗ് ബോസ് എന്ന ഷോ കണ്ടിട്ടില്ലേ? അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വഴക്കുണ്ടാവുന്ന കണ്ടിട്ടില്ലേ? അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ രക്തം തിളപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന അതുപോലെ ഷീജയെ ഞാനാക്കി തീർക്കും. അവരുടെ ഉള്ള ഇന്ദ്രിയങ്ങൾ മുഴുവൻ വർക്ക് ചെയ്ത് എൻ്റെ വീഡിയോയുടെയും ലൈവിൻ്റെ എല്ലാം കീഴിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതിയിട്ട് അവരൊരു മാനസിക രോഗി ആക്കി ഞാൻ തീർക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കും, അവരെ അങ്ങനെ ആക്കി തീർക്കും ഞാൻ. അവരുടെ ഉള്ള ആത്മനിയന്ത്രണം മുഴുവൻ തെറ്റിക്കും. കൊടും ഭ്രാന്തിൻ്റെ വക്കിലേക്ക് അവരെത്തിക്കും. നിരന്തരം അവരെൻ്റെ ലൈവിൻ്റെ കീഴിൽ വന്നിങ്ങനെ എഴുതിയിടും. അവരെ ഞാൻ അതിങ്ങനെ എഴുതിയിടാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരാ പ്രേരണയിൽ പെട്ടുപോകും. ഞാൻ അവരെ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരാ പ്രേരണയിൽ പെട്ടുപോയി അവർ വീണ്ടും നിർത്താതെ ഇങ്ങനെ എഴുതിയിട്ട് വലിയൊരു മാനസിക രോഗിയായിത്തീരും. അങ്ങനെ ഞാനാക്കി തീർക്കും. എൻ്റെ അടുക്കൽ കളിക്കാൻ വരുന്നവരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അടുക്കൽ എന്നെ ആരെന്ത് പറയാൻ വരുന്നോ അവരെ ഞാൻ വെറുതെ വിടില്ല. പണി കൊടുത്തേ ഞാൻ അടങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരാളെ മാനസികമായിട്ട് കൊടും ഭ്രാന്തിൻ്റെ വക്കിലെത്തിച്ച് മരണത്തിലേക്ക് കടത്താം. അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അതൊക്കെ സ്വയം ആർജിച്ചെടുത്ത കഴിവ് എനിക്കുണ്ട്. ആ കഴിവുള്ള ആളുടെ അടുക്കലാണ് ഇവരിങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് പലരോടും ഞാൻ അത് മനസ്സിലാക്കിയ ചിലരുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ചിലർക്കാണ് എന്നോട് അടുക്കാൻ ഭയമാണ് അവർക്ക്. ഇവർ പറയുന്നത് ഇവർക്ക് എന്നെ പേടിയില്ലെന്നാ. ഇവർ എന്നെയല്ല പേടിക്കേണ്ടത്, അവരെയാണ് പേടിക്കേണ്ടത്. കാരണം അവരുടെ മനസ്സിനാണ് ആത്മനിയന്ത്രണം തെറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? എന്നെയല്ല പേടിക്കേണ്ടത്, അവരുടെ മനസ്സിനാണ് ആത്മനിയന്ത്രണം ഇനി തെറ്റിക്കൊണ്ടേയിരിക്കുന്നത്. എനിക്കല്ല അവരുടെ മനസ്സിന് ആത്മനിയന്ത്രണം തെറ്റിക്കൊണ്ടിരിക്കുക. അതിന് കാരണം ഞാനല്ല, അവർ തന്നെയാണ്. അവർ തന്നെ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെത്തും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മെന്റലിസമാണ്. ഹായ് നാഗു എന്ന് പറയുന്നത് ദിനേഷ് കുമാർ, നമസ്കാരം. അവർക്ക് ഇനി നിയന്ത്രിക്കാൻ പറ്റില്ല. അവരിനി ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. മാനസികമായിട്ട് അവർ വിഭ്രാന്തിയിലേക്ക് പോകും. അവർ പറയുക, നിന്നെ എനിക്ക് പേടിയില്ല. എന്നെ എന്തിനാ പേടിക്കുന്ന? എന്നെ പേടിക്കണ്ട. പക്ഷെ അവർ സ്വയം അവരെ ഭയപ്പെട്ട് അവരുടെ മനസ്സിനെ അവർ വികൃതമാക്കിക്കൊണ്ടിരിക്കും. സിമ്പിൾ. അവരുടെ മനസ്സിനെ അവർ ഫുഡ് കഴിച്ചോ? ദിനേഷ് കുമാർ കഴിച്ചല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമായിരുന്നു. അപ്പോൾ അവനവൻ്റെ മനസ്സിൻ്റെ ആത്മനിയന്ത്രണം തെറ്റിപ്പിക്കുന്നത് ഞാനല്ല, അവർ തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കാം, പക്ഷെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരുടെ മനസ്സിൻ്റെ ആത്മനിയന്ത്രണമാണ് തെറ്റുന്നത്? എൻ്റെ അല്ല, അവരുടെ മനസ്സിൻ്റെ ആത്മനിയന്ത്രണം തെറ്റിക്കൊണ്ടേയിരിക്കും. മാണിക്കുറിപ്പ്, നിങ്ങളുടെ ചുണ്ട് എൻ്റെ ലഹരിയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരാളെയും കൂടി ഞാൻ ഭ്രാന്തിൻ്റെ കൊടു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അത് ഞാനല്ല എത്തിക്കുന്നത്, അവർ സ്വയം എത്തപ്പെടുന്നതാണ്. അവർക്കിനി ഒരിക്കലും അവരുടെ
ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ഇനി അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവരുടെ ആത്മനിയന്ത്രണം തെറ്റിക്കൊണ്ടേയിരിക്കും. അവരിനി എൻ്റെ ലൈവിൻ്റെ എല്ലാം കീഴിൽ എന്നെക്കുറിച്ച് അവരുടെ തോന്നിയതുപോലെ അവരുടെ മനസ്സിൻ്റെ മാനസിക നില തെറ്റിപ്പിച്ചും ഭ്രാന്തും പേയും എല്ലാം എഴുതിയിട്ടുകൊണ്ടിരിക്കും. അത് കൂടുതൽ 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 അപകടത്തിലേക്ക് ചാടും. ഓക്കെ, നന്ദി, നമസ്കാരം.